കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് രസകരമായ ഒരു യാത്ര. അതും കൊല്ലത്തിൻ്റെ സ്വന്തമായ കേരളത്തിൻ്റെ സ്വന്തമായ വേണാട് എക്സ്പ്രസ് 6:35 6:40 ട്രെയിനാണ്. പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 6:35 ആയപ്പോഴാണ്. ആ സമയത്ത് തന്നെ ട്രെയിൻ വന്നു. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്റ്റെപ്പ് കയറിയപ്പോൾ അതാ വരുന്നു ട്രെയിൻ. സത്യം പറഞ്ഞാൽ ഇത്തിരിയും കൂടെ താമസിച്ചായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്ക്. പിന്നെ 7:30 പരശുറാം നോക്കിയാൽ മതിയായിരുന്നു. വേണാടിലെ യാത്ര തികച്ചും സുന്ദരമാണ്, രസകരമാണ്, ആസ്വദിക്കാം നമുക്ക്. മൺട്രോത്തുരുത്താണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് ഉള്ളത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ആലപ്പുഴ വഴി പോകുമ്പോൾ ആലപ്പുഴ ടച്ച് ചെയ്യും, നേരെ എറണാകുളം. ഇതാകുമ്പം വേണാടിലാണെങ്കിൽ വേണാട് പോലെ കോട്ടയം വഴിയുള്ള ട്രെയിനുകളാണെങ്കിൽ പത്തനംതിട്ട ടച്ച് ചെയ്ത് സുന്ദരമായ മൺട്രോത്തുരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയും അതേപോലെ തന്നെ കോട്ടയവും, പത്തനംതിട്ട ഒറ്റ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുമ്പം ആ സ്റ്റേഷൻ തിരുവല്ലയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ കോട്ടയത്തേക്കാണ് കടക്കുന്നത്. കോട്ടയം, അതായത് കൊല്ലം, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ, കായംകുളം ഇതാണ് ഈ കാണുന്നതാണ് പെരുമൺ പാലം. ഒരുപാട് പേരുടെ അപകടത്തിനിടയായ പാലമാണ്. അതായത് നമുക്ക് മിക്ക ജില്ലകളിലൂടെയും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ എറണാകുളത്തേക്ക് എത്തുന്നത് കോട്ടയം വഴി പോവുകയാണെങ്കിൽ. അതായത് തിരുവനന്തപുരവും കൊല്ലവും, പിന്നെ കൊല്ലം പിന്നിട്ട് ആലപ്പുഴയിലും പോകും. കൊല്ല, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ ജില്ലയിൽ ടച്ച് ആലപ്പുഴ ജംഗ്ഷനിൽ ടച്ച് ചെയ്തില്ലെങ്കിലും ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ കായംകുളത്ത് ഈ ട്രെയിൻ ടച്ച് ചെയ്യുന്നുണ്ട്. കോട്ടയം വഴി പോകുന്ന മിക്ക ട്രെയിനും ടച്ച് ചെയ്യുന്നുണ്ട്. കായംകുളവും കഴിഞ്ഞ് പിന്നെ ചെല്ലുന്ന കോട്ടയത്തേക്ക് കടക്കുകയാണ്. കോട്ടയം അങ്ങനെ എറണാകുളത്തേക്ക് കടക്കുകയാണ്. തിരിച്ചും രസകരമായ സുന്ദരപരമായ ഒരു യാത്രയാണ്. നമ്മുടെ വയലൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ കോട്ടയം, അതായത് അക്ഷരനഗരി എന്നറിയപ്പെടുന്നൊരു നഗരമാണ് കോട്ടയം. തിരുവനന്തപുരവും പത്തനംതിട്ടവും കൊല്ലവും, പത്തനംതിട്ട കഴിഞ്ഞ കൊല്ലത്ത് നിന്ന് ഞാൻ കയറിയത്. അപ്പം പത്തനംതിട്ട നമ്മൾ കഴിഞ്ഞ് കോട്ടയം ആ ഒരു ലൊക്കാലിറ്റി എത്തുമ്പോഴും കോട്ടയം കഴിഞ്ഞ് എറണാകുളത്തേക്കും സുന്ദരമായ വയലുകൾ ആസ്വദിച്ച് പോകാൻ കിട്ടുന്ന ഒരു നല്ലൊരു തെങ്ങിൻ തോപ്പുകളും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം തന്നെ നമ്മുടെ ഈ ഒരു കോട്ടയം ഭാഗത്തൂടെ പോകുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് ആ യാത്രയെ ഒന്ന് ആസ്വദിക്കാം. ഞാൻ പോകുന്ന സമയത്ത് മഴ സമയമായിരുന്നു. മഴ സമയത്തുള്ളൊരു യാത്ര, വയലുകളിലും ഒക്കെ ആ ഒരു വെള്ളമൊക്കെ നിറഞ്ഞ് കെട്ടിവെക്കുന്ന ഇപ്പം കാണുന്ന റബ്ബറും കാടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നമ്മുടെ കോട്ടയമാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കൊരുപാട് വയലുകളൊക്കെ ആസ്വദിച്ച് കണ്ടു രസകരമായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു യാത്രയാണ് കോട്ടയം വഴി ഉള്ള എറണാകുളത്തേക്കുള്ള യാത്ര. പലരും പല രീതിയിലും യാത്ര ചെയ്യുന്നെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. യാത്രകൾ മനോഹരമാണ്. നമ്മൾ ആ യാത്ര ആസ്വദിക്കണം. ജീവിതവും ഇതുപോലെ യാത്ര പോലെയാണ്. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം. ഈ വ്ലോഗ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വ്ലോഗും കൂടെ സമർപ്പിച്ചു വന്നു. അതുപോലെ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക. അങ്ങനെ എറണാകുളം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. എറണാകുളത്ത് നിന്ന് മെമു വഴി 1:35 രൂപയ്ക്ക് 1:35 വെറും 35 രൂപയ്ക്ക് പോകുന്നുണ്ട്. നമുക്കെന്തായാലും ആ എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.